പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശനിയാഴ്ച ഫെബ്രുവരി 15-ാം തീയതി. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അമ്മ മധ്യസ്ഥ തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സന്തോഷമായിട്ട് നിങ്ങളെ പ്രാർത്ഥന ഏറ്റുമേടിക്കുക. ഇന്നത്തെ എംപവർമെൻ്റാണ്. ഇതൊരു ശാക്തീകരണ പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിശുദ്ധന്മാരും മാലാഖമാരും രക്തസാക്ഷികളും നിങ്ങൾക്ക് ചുറ്റും മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യത്തിൽ ആണ് ഈശോ നിങ്ങളെ ആശീർവദിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. അതിന് സന്തോഷമുണ്ടാകണം. നിങ്ങൾ നടക്കുന്ന വഴികളിൽ ഞാൻ നിനക്ക് മുമ്പേ പോവുകയും പിത്തളവാതിലുകൾ ഒടിക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ കർത്താവ് അന്ധകാരത്തിൻ്റെ അജ്ഞാതമായ നിധികൾ നിങ്ങൾക്ക് അവകാശമാക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് ആണ് ഈ പ്രാർത്ഥനയിൽ ഇന്നത്തെ ദിവസം നിൻ്റെ കൂടെ മുമ്പേ പോകാൻ പോണത്. അപ്പോൾ ഈ സംഗീത ഐശയ 45:2 ഇടക്കിടക്കെടുത്ത് വായിച്ചു നോക്കണം. ആവേശം കൊള്ളിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറഞ്ഞില്ലേ, അവസാനം വരെ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ കൊതിയാണ്, കിതപ്പാണ് നമ്മളുടെ കൂടെ ഉണ്ടാകാനുള്ള ആ അഭിവാഞ്ചി എന്ന് പറയുന്നത്. അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം ആധ്യാത്മിക ജീവിതത്തിൽ. കർത്താവ് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ, കർത്താവ് ഒരു പൂവിന് ഒരു പൂക്കാലം തന്നതുപോലെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചാൽ അതിനൊരായിരം മാർഗങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. വചനം തന്ന്, പരിശുദ്ധ കുർബാന തന്നു, പിന്നെ കൂട്ടായ്മ തന്നു. എല്ലാം അന്ത്യം എന്താണ്? സാന്നിധ്യമാണ്. കർത്താവേ, നിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനേക്കാൾ വലുത് എന്തുണ്ട് ലക്ഷ്യം ജീവിതത്തിൽ? അങ്ങയുടെ മക്കളിൽ നിന്ന് കേൾക്കുന്നവരെ ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
അവിടെ സന്ധിബന്ധങ്ങളിലും മാംസപേശികളും രക്തഞരമ്പുകളും ശരീരകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം പടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കർത്താവെ ശക്തിപ്പെടണ കർത്താവ്, മകളെ അങ്ങ് ശക്തിപ്പെടുത്തുന്ന കർത്താവെ, മരുന്ന് ലേപനം അല്ല കർത്താവെ, അങ്ങയുടെ വചനമാണ് അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കർത്താവ് ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു. ഞാൻ നിങ്ങളെ യേശുനാമത്തിൽ എംപവർ ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യം അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit, touch with the fire fingers, walk with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കുടുംബം ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ വയലേലുകൾ ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ തൊഴിലിടങ്ങൾ ആശ്വസിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ ഭാഷകൾ, നിൻ്റെ ആശങ്കകൾ, നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവിൻ്റെ നാമത്തെ ആശ്വസിക്കപ്പെടട്ടെ. നീ എന്തിനു വേണ്ടിയാണ് വിലപ്പെടുത്തതായിട്ട് കണ്ട് വിഷമിക്കുന്നത്, എന്തിനെയാണോ നീ വിലപ്പെട്ടതായിട്ട് കണ്ട് വിഷമിക്കുന്നത്, ആ മേഖല, ആ വിഷയം, ആ വ്യക്തി കർത്താവിനാൽ നിനക്ക് അനുകൂലമായി മാറട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ ശുശ്രൂഷിച്ച എൻ്റെ കർത്താവിൻ്റെ ജീവനുള്ള ഉന്നതമായ മാധ്യസ്ഥത്തിലെ ദൈവികമായ ശക്തിയാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ, എല്ലാ മാലാഖമാരുടെ കൂടെ, എല്ലാ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥ ശക്തിയിൽ നീ ഈശോനാമത്തിൽ നിൻ്റെ ജീവിതം, ഇന്നത്തെ ജീവിതം പരിപൂർണമായി ആസ്വദിക്കപ്പെടട്ടെ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പിശാചും നമ്മളും തമ്മിലൊരു ചെറിയ വ്യത്യാസം അറിഞ്ഞാൽ ആധ്യാത്മിക ജീവിതം പിശാചും നമ്മളും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടല്ലേ, കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ല. അല്ല പിന്നെ പിശാച് നമ്മൾ നമ്മളാകേണ്ട കാര്യമില്ല. അപ്പോൾ ആ പ്രകടമായ വ്യത്യാസം എന്താണ്? ഇൻ റിലേഷൻ വിത്ത് ഗോഡ്. അല്ലേ, കർത്താവിനെ, അതെ, യാക്കോബിൻ്റെ ലേഖനം വായിച്ചേ 2:17. പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം, എന്ന് പറഞ്ഞേ, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം, പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്, അതിൽ തന്നെ നിർജീവമാണ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, പ്രവർത്തികൾ മൂലമാണ് ഈ വിശ്വാസം നമ്മൾ നീതീകരിക്കപ്പെടുന്നത്, അല്ലേ? ഇപ്പം ചില പറഞ്ഞേ വിശ്വാസം മാത്രം മതി, ചില ആൾക്കാർ പറഞ്ഞു വിശ്വാസം മാത്രം മതി. പറ്റത്തില്ല. എന്താ കാര്യം? വിശ്വാസം പ്രവർത്തികളെ നീതീകരിക്കണം എന്നുള്ളതാണ് യാക്കോബിൻ്റെ ആദിമസഭയുടെ നിലപാട്. അത് എന്താ പറയണത്? യാക്കോബ് 2:19 വായിച്ചേ. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു. അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പൊ പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ട്. വിശ്വാസം മാത്രം മതി എന്നുണ്ടെങ്കിൽ പിശാച് രക്ഷപ്പെടണ്ടേ? ഈ സഫീസ് എന്ന് പറയത്തില്ലേ, വിശ്വാസം കൊണ്ട് മാത്രമാണ് രക്ഷ എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിനുണ്ടല്ലോ ആ രക്ഷ, ആ വിശ്വാസം ഉണ്ടല്ലോ. ദൈവം ഒന്നുമില്ലെങ്കിൽ അവൻ ഏകനാണെന്ന് വിശ്വസിക്കുന്നുണ്ടല്ല. അപ്പോൾ വിശ്വാസ പ്രമാണത്തിന് അടുത്തറ എന്താണ്? ഏകദേശം ഞാൻ വിശ്വസിക്കുന്നു, അതിനെന്താണ്, അതിന് നോ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ പിശാചും പറയും നോ ഒബ്ജക്ഷൻ. പക്ഷെ വിഷയമുണ്ട്, പിശാച് ആ വിശ്വാസത്തിന് വേണ്ടി പ്രവർത്തിക്കത്തില്ല. അപ്പോഴേ നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി നമ്മളും പ്രവർത്തിച്ചില്ലെങ്കിൽ നമ്മൾ പിശാചിൻ്റെ അതേ റാങ്കിലേക്ക് വരും. എന്താണ്? പിശാച് വിശ്വസിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അത് നമ്മളും വിശ്വസിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നില്ല. അപ്പം നമ്മളും പിശാച് ഒരു റാങ്കിലാവും. അപ്പം അതാണ് ഏറ്റവും ഈ പിശാചിനെ എനിക്ക് മനസ്സിലായിരിക്കണത്. എൻ്റെ ഒരു ധ്യാന ചിന്തകളിലൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് നമ്മളും പിശാചും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം, രണ്ടും വിശ്വാസത്തിൽ ഒരുപോലെ ആണെങ്കിലും നമ്മുടെ വിശ്വാസം നമ്മൾ നീതീകരിക്കുന്നുണ്ട്. എന്താണ്? ദൈവസ്നേഹത്തിന് വേണ്ടി സാക്ഷികളാകുന്നുണ്ട്. നമ്മൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ചതിൻ്റെ അർത്ഥം എന്താണ്? ദൈവസ്നേഹത്തിന് സാക്ഷികളാകുന്നു. അപ്പോൾ അങ്ങനെ സാക്ഷികളാകുന്ന ആൾക്കാർ എന്നാ ചെയ്യേണ്ടത്? ദൈവത്തിന് ഇൻറ്റൻഷൻ വെക്കണം. കർത്താവേ, നിൻ്റെ ഉപരി മഹത്വത്തിനെന്ന് പറയണം. കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് നമ്മൾ എന്ത് ചെയ്യണം? എന്തിനാണ്? നമുക്ക് നന്മ വന്നാലും തിന്മ വന്നാലും വി വിൽ അക്സെപ്റ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ്. അല്ലേ? അതല്ലേ? ഇപ്പം നമ്മൾ നന്മ വന്നാലും തിന്മ വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യും. ആരെന്തിനാണ്? ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി. കാരണം നമുക്ക് നഷ്ടമില്ലല്ലോ. ആന ചരിഞ്ഞാലും നിന്നാലും 10,000 എന്ന് പണ്ട് പറയത്തില്ലേ? അതുപോലെയാണ് ഒരു മനുഷ്യന് ക്ലേശം വന്നാലും അത് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് ആകും.
ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കും. അവർ നന്മ വന്നാലും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, ജീവിതത്തിന് നമ്മളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ജീവിതത്തെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞ ഒരാളാണ് പരിശുദ്ധ അമ്മ. പല പല കാലാവസ്ഥകൾ അവരും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മൈസോൾ സാക്രിഫൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ അതേ ഉത്സാഹത്തോടും ഉത്തേജനത്തോടും കൂടി തന്നെയാണ് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ദൈവത്തിൻ്റെ ഹിതം ഇത കർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. രണ്ടിനും ഒരേ ക്വാളിറ്റിയാണ്. അല്ല, സങ്കടം വരുമ്പോൾ അളിഞ്ഞ മോന്തി വേഗല മാതാവൊക്കെ ഒരു മനുഷ്യ എക്സ്പ്രഷൻസാണ് ശരിക്കും പറഞ്ഞാൽ. ഹൃദയത്തിൽ വാള് കടക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, കാര്യം സുവിശുദ്ധ അതുകൊണ്ട്. പക്ഷേ നീ അഗ്നിയിലൂടെ കടന്നു പോകും, അഗ്നി തിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞൊരു അഭിഷേകമുണ്ട് ആന്തരിക. അമ്മയ്ക്ക് ആ അഭിഷേകം കിട്ടിയ ആളാണ്. ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കും, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു പറയണത് ഈ അഭിഷേകം സ്വീകരിച്ചുകൊണ്ടാണ്. ആന്തരികമായ സകല കാലങ്ങളിൽ സ്വീകരിക്കപ്പെടുന്ന സുവിശേഷത്തിൻ്റെ അഭിഷേകത്തിലാണ് ഈ തീയും പൊള്ളലും ഏക്കത്തില്ല എന്ന് പറയണത്. നമ്മൾ 43 സങ്കീർത്തനം ഐശാവില്ലേ 43:2 എന്താ പറയണത്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങത്തില്ല, സമുദ്രത്തിലൂടെ പോകും, സമുദ്രം നിന്നെ മുക്കത്തില്ല എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ അനുഭവം നീ അനുഭവിച്ചതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തില്ല. ഹൃദയത്തിൽ വാള് കയറിയാലും ചിലപ്പോൾ അമ്മയുടെ ഉള്ളിൽ മൈസോൾ മാക്കിഫെസ്റ്റിലുള്ളതായിരിക്കും പറയണത്. അവർ ലോകത്തെ ജയിച്ചവരാണ്. അമ്മയുടെ കാലാവസ്ഥകളെ മേലുള്ള വിജയം എന്ന് പറയുന്നത് കടലിൻ്റെ മീതെ കർത്താവ് യാത്ര ചെയ്ത പോലുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിയ സ്പിരിച്വാലിറ്റി യൂസ് ചെയ്യണത്. ഇപ്പം ലാൻഡ് ക്രൂയിസറായിട്ടുള്ള കാറ് 2-2.5 കോടി രൂപയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഡീസൽ ഒഴിക്കുക ഇല്ല. ആ ഉടമ്പടിയിൽ എന്താ ഉപയോഗിക്കണത്? മരിയ സ്പിരിച്വാലിറ്റിയാണ് ഉപയോഗിക്കണത്. The covenant, Marian covenant is powered by Marian spirituality. Marian spirituality എന്താണ്? കർത്താവിൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ അമ്മ. അതല്ലേ മരിയ സ്പിരിച്വാലിറ്റി. വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ 8:21, 11:27 ഒക്കെ പറയണത് എന്താ? ആരാണ് എൻ്റെ അമ്മ? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നയാളാണ്. അതനുസരിച്ച് ജീവിക്കണത് എന്താണ്? അത് മത്തായി 2:7-24 എന്താ പറയണത്? മഴ പെയ്തു, എൻ്റെ വചനം കേൾക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യത്തുല്യനാണ്. മഴ പെയ്തു, കാറ്റടിച്ചു, അത് ആ ഭവനത്തിൽ ആഞ്ഞലിച്ചു. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, അത് ആ ഭവനത്തിൽ ആഞ്ഞലിച്ചു, അത് വീണു പോയില്ല. കാരണം അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. പാറമേൽ സ്ഥാപിതമായ ദൈവഭവനത്തിൻ്റെ ഒരു നിപ്പ് കണ്ടില്ലേ? കർത്താവിന് യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു, വിശ്വാസത്തിൻ്റെ പാറമേൽ നിൽക്കുകയാണ്. പിന്നെ അമ്മ പിക്ചറിലില്ല. പുനരുത്ഥാനത്തിൻ്റെ ആ മഹാഹ്ലാദങ്ങളിലേക്ക് അമ്മ വരുന്നില്ല. കാര്യം അമ്മയ്ക്ക് എല്ലാം പുനരുത്ഥാനമാണ്. താങ്ക് യു. അപ്പോൾ അമ്മയുടെ സ്പിരിച്വാലിറ്റി സ്വീകരിക്കുക, എല്ലാ ലോകത്തെ അതിജീവിക്കുക. പ്രൈസ് ദി ലോർഡ്.